പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളും അതുപോലെ അവരുടെ പേരൻസും കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സ്കാംസിനെ പറ്റിയിട്ടാണ്. എഡ്യൂക്കേഷൻ സ്കാംസ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാര്യം, കുറേ നാൾ മുന്നേ വരെ നമ്മൾ എഡ്യൂക്കേഷൻ ബിസിനസ് ആണ്, അതായത് കച്ചവടം എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതങ്ങ് മാറി. എഡ്യൂക്കേഷൻ സ്കാംസ്, അതായത് തട്ടിപ്പുകൾ എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഈ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് കൂടുതലും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ്, അതും കേരളത്തിലുള്ള കുട്ടികളെ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ ഇതാണ് ഇതിൻ്റെ റൈറ്റ് ടൈം എന്ന് തോന്നുന്നു. കാര്യം പ്ലസ് ടു എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പം നീറ്റ് എക്സാമും കഴിഞ്ഞു. ഇനിയാണ് കുട്ടികൾ പല പല കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈം. അപ്പോൾ ഇതാണ് ഏറ്റവും റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ ഒരാളെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ള കുട്ടികൾക്ക് കൂടെ ഇത് പറഞ്ഞു കൊടുക്കണം. പ്ലസ് ടു വരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കരുതൽ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയായാലും നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് പ്രതികരിക്കാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, സംഘടനകളുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റും ഉണ്ട് അത് നോക്കാനായിട്ട്. പ്ലസ് ടു വരെ. അതുപോലെ പ്ലസ് ടു വരെ പ്രത്യേകിച്ച് നമ്മളൊരു പുതിയൊരു ഡിസിഷനോ അല്ലെങ്കിൽ വലിയ ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമൊന്നുമല്ല. പ്ലസ് ടു വരെ എല്ലാം ഓക്കെയാണ്. പ്ലസ് ടു വരെ നമുക്കൊരു പ്രൊട്ടക്ഷനും ഉണ്ട്. പ്ലസ് ടു കഴിയുന്നതോടുകൂടി ഈ പ്രൊട്ടക്ഷൻ അവസാനിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോഴ്സോ രണ്ട് കോഴ്സോ അങ്ങനെയൊന്നും അല്ല, ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കോഴ്സ്. ഓരോ വർഷം കഴിയുന്നതോറും കോഴ്സുകളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ള സ്കാമുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. നിങ്ങൾ പ്ലസ് ടു പഠിക്കുമ്പോൾ, അതായത് പ്ലസ് ടുവിൻ്റെ അവസാന മാസങ്ങളിലേക്കാവുമ്പോൾ, അതായത് ഫെബ്രുവരി മാർച്ച് ആ സമയങ്ങളിലേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതുപോലെ കൺസൾട്ടൻസികളുടെയൊക്കെ പരസ്യങ്ങൾ കണ്ടു തുടങ്ങും. ചിലർ നമ്മുടെ സ്കൂളിലേക്കൊക്കെ വരും, നമ്മുടെ അടുത്ത് അവയർനെസ് ക്ലാസ് എന്നുള്ള രീതിയിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ അവർ നടത്തുന്ന കോഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ബ്രോഷറൊക്കെ ആയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ടൈം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഒരുപാട് പരസ്യങ്ങൾ വരും. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഏതാണ് കോഴ്സ്, നല്ല കോഴ്സ് ഏതാണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ ഫീൽഡിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ഒക്കെ ആയാലും ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മുടെ ഫീൽഡിൽ പിന്നീട് ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോണ്ടന്റ്സ് ആയിരിക്കും വന്നു തുടങ്ങുന്നത്. അതങ്ങനെയാണ് അതിൻ്റെ ഓൾഗരിതം. അങ്ങനെ നമ്മൾ പ്ലസ് ടു കഴിയുന്നു, റിസൾട്ടൊക്കെ വരുന്നു, നമ്മൾ അടുത്ത കോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു. ഇതാണ് ടൈം. ഈ ടൈമിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കാംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നടക്കുന്ന സ്കാം. രണ്ട്, കോഴ്സിന്റെ പേരിൽ നടക്കുന്ന സ്കാംസ്. ഇങ്ങനെ മെയിൻലി നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കോഴ്സുകളിൽ നടക്കുന്ന സ്കാംസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ കോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാമല്ലോ, ഒരുപാട് കോഴ്സസ് ഉണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന കോഴ്സസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, കോഴ്സസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം കഴിയുന്തോറും ഓരോ പുതിയ കോഴ്സസ് വരികയാണ്. പുതിയ കോഴ്സസ് മാത്രമല്ല, പണ്ട് ഡിപ്ലോമയൊക്കെ ആയിട്ടിരുന്ന കോഴ്സസിനെ ഇപ്പോൾ ഡിഗ്രിയൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ കോഴ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ കോഴ്സസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പുതിയ കോഴ്സസിനൊപ്പം പുതിയ പുതിയ സ്കാമുകളും വന്നിട്ടുണ്ട്. ഈ കോഴ്സുകളിൽ നടക്കുന്നത് മെയിൻലി 4 തരത്തിലുള്ള സ്കാമുകളാണ് ഈ കോഴ്സുകളിൽ നടക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കോഴ്സേ ഉണ്ടാവില്ല. അതായത് നമ്മളെ കൊണ്ട് അഡ്മിഷനൊക്കെ എടുപ്പിക്കുന്നു, കോഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു, കോഴ്സിന് വേണ്ടിയിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് സ്റ്റുഡൻസ് ഒക്കെ അതിനകത്ത് പഠിക്കുന്നു. പക്ഷേ ഗവൺമെൻറ്റിനോ അങ്ങനെയുള്ള അതോറിറ്റീസിനോ ഇങ്ങനെ ഒരു കോഴ്സുള്ള കാര്യം അറിയത്തേ ഇല്ല. അങ്ങനെ കോഴ്സേ ഉണ്ടാവില്ല. അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത്. അങ്ങനെ കോഴ്സേ ഉണ്ടാവില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നോ സർട്ടിഫിക്കേഷൻ. അതായത് ഒരു ഗവൺമെൻറ് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റി അവരെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കോഴ്സിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ഏതെങ്കിലും ഒരു കൗൺസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു തരത്തിലുള്ള സർട്ടിഫിക്കേഷനും ചെയ്യാത്തൊരു കോഴ്സ്, അതായത് തട്ടിപ്പ് കോഴ്സ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്ന് പറയുന്നത്, കോഴ്സൊക്കെ ഉണ്ടാവും, ഗവൺമെൻറ് ഒക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സർട്ടിഫൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ കോഴ്സിന് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവില്ല. അതിന് പ്രാക്ടിക്കൽസ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റീസ് ആരാണ്, അതായത് എങ്ങനെയുള്ള ടീച്ചേഴ്സാണ് അത് പഠിപ്പിക്കേണ്ടത്, അങ്ങനെയൊന്നും ഇല്ലാതെ വെറുതെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ ഒരു കോഴ്സ് അങ്ങ് വരികയാണ്. എന്നിട്ട് അതിൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യാണ്. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ സ്കാമിൽ പറയേണ്ട ഒരു കാര്യമല്ല, എന്നാലും ഇവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, മോശം കോഴ്സ്. അതായത് ഒരു കുട്ടി ആ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനമില്ലാത്ത കോഴ്സസ്, വെറുതെ കുറച്ച് ഇയർ വേസ്റ്റ് ആവുന്നതല്ലാതെ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വെറുതെ ഒരു കുറച്ച് നാൾ വേസ്റ്റ് ആവുന്നുള്ള രീതി അല്ലാതെ വേറെ യാതൊരു ഗുണമില്ലാത്ത കോഴ്സസ്. അതായത് ഇന്ത്യയിലും വിദേശത്തും എങ്ങും ഒരു
ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയോജനം ചെയ്യാത്ത കോഴ്സസ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് കോഴ്സ് ഫീൽഡിലുള്ള സ്കാമിനകത്ത് വരുന്നത്. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്ന സ്കാംസ്. അപ്പോൾ ഇതാണ് മെയിൻ. കോഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത്. മെയിൻലി 4 തരത്തിലുള്ള സ്കാംസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാവില്ല. കുട്ടികൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസി ഒക്കെ വഴി ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു അഡ്മിഷൻ ഫീ, അതാണ് കോഴ്സ് ഫീയുടെ കുറച്ച് അവർ വാങ്ങിക്കുന്നു. 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കോൺടാക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവരെ തിരിച്ച് പറഞ്ഞുവിടും. പിന്നീട് ഒരു കോൺടാക്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നമ്മൾ തിരിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി തിരക്കുമ്പോൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാവില്ല. ഫുള്ളോടെ അവർ പോയിട്ടുണ്ടാവും. നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പൈസയും കൊണ്ടുപോയിട്ടുണ്ടാവും. അതാണ് ഒന്നാമത്തെ സ്കാം, മെയിൻ സ്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നോ അഫിലിയേഷൻ. അതായത് യാതൊരുവിധ അഫിലിയേഷൻ, ഒരു യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഒരു അതോറിറ്റിയുടെയോ അഫിലിയേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് അവർക്ക് ബിൽഡിംഗ് ഉണ്ടാവും, കുറച്ച് കോഴ്സ് ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, കോളേജ് റണ്ണിങ്ങും ആവുന്നുണ്ടാവും. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു അഫിലിയേഷൻ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഒരുപാട് നടക്കുന്ന തട്ടിപ്പ് ഇത് തന്നെയാണ്. അഫിലിയേഷൻ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് പ്രവർത്തിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോഴും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ സ്കാമിൽ ചെന്ന് പെടുന്നുമുണ്ട്, അഫിലിയേഷൻ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. മൂന്നാമത്തേന്ന് പറയുന്നത് അതും കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നോ ഫെസിലിറ്റി. അതായത് പ്രോപ്പർ ഫെസിലിറ്റി ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ. യൂണിവേഴ്സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന അതോറിറ്റിയിലോ അവർക്ക് അഫിലിയേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഒരു കോഴ്സ് റൺ ചെയ്യാനുള്ള ഒരു കോഴ്സിന് വേണ്ടുന്ന നെസസറി ഫെസിലിറ്റി അവിടെ ഉണ്ടാവില്ല, ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അതും ഇപ്പോൾ കുറേ ഉണ്ട്. അതായത് ആവശ്യമുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് വേണ്ട ലാബ്സ് ഉണ്ടാവില്ല, പ്രോപ്പർ ക്ലാസ് റൂം ഉണ്ടാവില്ല, യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവർ ഫീസ് വാങ്ങിക്കുന്നു, അത് കണക്ക് കുറച്ച് ഫാക്കൽറ്റീസിനെ ഇടുന്നു, എവിടേക്കോ വെച്ച് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, കോഴ്സ് തീർത്ത് വിടുന്നു. അല്ലാതെ ഒരു കോഴ്സിന് വേണ്ടുന്ന മിനിമം ഫെസിലിറ്റീസ് ഒന്നും കീപ്പ് ചെയ്യാത്ത കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് മൂന്നാമത്തത്. നാലാമത്തതെന്ന് പറയുന്നത് സ്കാംസിൽ പെടുന്നതല്ല, പക്ഷെ ഇവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ടോർച്ചറിങ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നൊരു കാര്യം, വളരെ മോശമായി കുട്ടികളെ ടോർച്ചർ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ 1-2 സംഭവങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായതാണ്, സൂയിസൈഡൊക്കെ. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടോർച്ചറിങ് എന്നൊരു പരിപാടി നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് സ്കാംസിനകത്ത് പറയേണ്ട അല്ലെങ്കിൽ കൂടി ഇവിടെ പറയേണ്ട ഒരു കാര്യമാണത്. എക്സാം എഴുതിപ്പിക്കില്ല, അതുപോലെ CE മാർക്ക് കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികളെ പല രീതിയിലും മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു സംഭവം. ചിലയിടങ്ങളിൽ മെന്റലി മാത്രമല്ല ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 3 കാര്യങ്ങളാണ് മെയിൻലി സ്കാംസിനകത്ത് വരുന്നത്. അതായത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാവില്ല, ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, നോ അഫിലിയേഷൻ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ഇല്ലാത്ത, അതായത് അഫിലിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ആവശ്യത്തിനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കാംസിനകത്ത് പറയാനുള്ള മെയിൻലി 4 കാര്യങ്ങൾ. നമ്മൾ എങ്ങനെ ഈ സ്കാമുകളിൽ എത്തിപ്പെടുന്നു, അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഈ സ്കാമുകളിലേക്ക് നമ്മളെ മെയിൻലി എത്തിക്കുന്നത്, നമ്മളെ പെടുത്തുന്നത് കൂടുതലും കൺസൾട്ടൻസികളാണ്. അതും ചിലത് കൺസൾട്ടൻസി എന്ന് പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രോപ്പറായിട്ട് ഗവൺമെന്റ് പറയുന്ന ഒരു ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന നോംസ് ഒന്നും ഫോളോ ചെയ്യാത്തവരായിരിക്കും ഒരു കൺസൾട്ടൻസി എന്ന് പേരിട്ടെങ്കിൽ ഇറങ്ങുക. അതായത് ടോട്ടലി കൺസൾട്ടൻസികളാണ് നമ്മളെ ആദ്യം തന്നെ കൊണ്ടുപെടുത്തുന്നത്. അവരാണ് മെയിൻ പങ്ക് വഹിക്കുന്നത്. ഇനിയാണ് ഈ വീഡിയോയിൽ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ കൺസൾട്ടൻസികൾ ആരാണെന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് പല കോഴ്സ് പഠിക്കാനായിട്ട് പല നാടുകളിൽ പോയവന്മാർ തന്നെയാണ് ഈ കൺസൾട്ടൻസി ആയിട്ട് ഇരിക്കുന്നത്. ചിലപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സപ്ലിയും കാര്യങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും, ചിലപ്പോൾ ആ കോഴ്സ് പഠിച്ചിറങ്ങിയപ്പോൾ ആ കോഴ്സിനേക്കും വരുമാനം ഈ ഫീൽഡിൽ കിട്ടുന്നുണ്ട്, അങ്ങനെ തിരിച്ചറിഞ്ഞവരായിരിക്കും. കാര്യം ഒരു അഡ്മിഷനിൽ കൂടെ 1 lakh അതിന് മേലൊക്കെ കിട്ടുന്നവന്മാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഈ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. പല ആൾക്കാർ ഇങ്ങനെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അവർ മുന്നേ ഇവിടുന്ന് ഏതെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോയവർ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇതിൽ പല ആളുകൾക്കും പ്രോപ്പർ ഗവൺമെന്റ് പറയുന്ന ഗൈഡ് ലൈൻസോ നോംസോ ഒന്നുമില്ല. വെറുതെ അഡ്മിഷൻസ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്, എന്നിട്ട് കാശും വാങ്ങിച്ചെടുക്കുകയാണ്. ഇവരൊക്കെ തന്നെയാണ് നമ്മളെ ഈ സ്കാംസിലേക്ക് ആദ്യം കൊണ്ടുപെടുത്തുന്നത്. ഓക്കെ, ഈ സ്കാംസിൽ നമ്മളെ കൊണ്ടുപെടുത്തുന്നത് ഈ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഇനി വേറൊരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ളവർ, അതായത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റ് ഉള്ളവർ തന്നെയാണ് നമ്മളെ ഈ കോഴ്സിൽ ഈ സ്കാംസിൽ കൊണ്ടുചെന്ന് പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1-2 പേരെങ്കിലും അഡ്മിഷൻ ഉണ്ട്. ഇപ്പം നഴ്സിംഗിന് അഡ്മിഷൻ ഉണ്ട്, 10 lakhs റെഡിയാക്കി തരാം, 15 lakhs റെഡിയാക്കി തരാം, അങ്ങനെ പറഞ്ഞ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് 1-2 പേര് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് 1-2 പേരെങ്കിലും അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അവരാണ് ഈ സ്കാമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ അത് കാണുന്നു,
അവരോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുക, അവർ പറയും നല്ല കോഴ്സാണ്, ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം, നീ പേടിക്കണ്ട. കാര്യം നമുക്ക് അറിയാവുന്നവരല്ല, നമ്മളതുകൊണ്ട് അവരോട് സംസാരിക്കും, നമുക്ക് ഇത്ര രൂപയ്ക്കാണ് വേണ്ടുന്നതെന്ന് പറയും. അപ്പോൾ അവർ പറയും ഒന്നും കൊണ്ട് പേടിക്കണ്ട, നല്ല കോളേജാ, സൂപ്പർ കോളേജാ, ഇത്ര രൂപയേ ഉള്ളൂ, ഇന്നതെന്നൊക്കെ പറയും. കാര്യം അവന്മാർക്ക് ഇത് കമ്മീഷൻ കിട്ടുന്നതാണ്. ഒരു കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് അവന്മാർ ഭയങ്കര രീതിയിൽ പറയും. സത്യം പറഞ്ഞാൽ അവന്മാർ കോളേജ് പോലും കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു കോളേജോ കോഴ്സിനെ പറ്റി പോലും അറിയുണ്ടാവില്ല. അവന്മാർക്ക് മുകളിൽ നിൽക്കുകയാണ് ആളുകൾ. ഇവന്മാർക്ക് 1000 2000 അല്ലെങ്കിൽ 5000 ഒക്കെ ആയിരിക്കും ഓഫർ ചെയ്തിട്ടുണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് ഇവർ നമ്മളെ പിടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിന്റെ മുകളിൽ നിൽക്കുകയാണ്, അവൻ അടുത്ത മുകളിൽ കണക്ട് ചെയ്യുന്നു, അതിന്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു, അതിന്റെ മുകളിൽ ആൾ നിൽക്കുന്നു. അപ്പൊ ഇതൊരു ചെയിൻ പോലെ കിടക്കുകയാണ്. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പെടുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെയാണ് നമ്മളെ പെടുത്തുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവരുടെ അടുത്ത് തന്നെയാണ് വന്ന് ചാടുന്നത്. അവർ പിന്നീട് കണക്ട് ചെയ്ത് അങ്ങ് പോവാണ്. ഇവന്മാർ ചെറിയൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അവർ വിളിക്കുന്നു, അതിന്റെ മുകളിലത്തെ ആൾ വിളിക്കുന്നു, അതിന്റെ മുകളിലത്തെ ആൾ വിളിക്കുന്നു, അവർ നമ്മളെ വിളിക്കുന്നു, കൺവിൻസ് ചെയ്യുന്നു, അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസ അവർ വാങ്ങിച്ചെടുക്കുന്നു. എന്നിട്ടോ ഈ താഴെ നിൽക്കുന്നവരുണ്ടല്ലോ, നമ്മളെ ആദ്യം പെടുത്തിയവർ, അവർക്ക് ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ 1 ലക്ഷം മേടിക്കുമ്പോൾ അവന് 2000 ആയിരിക്കും കൊടുക്കുന്നത്, അതിന്റെ മുകളിലുള്ളവന് അതിനനുസരിച്ച്. ഇങ്ങനെ ഒരു ചെയിനാണ് ഇതിലുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മളെ കൊണ്ടുപെടുത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റ് ഉള്ളവർ തന്നെയായിരിക്കും നമ്മളെ ഇതിനകത്ത് ആദ്യം കൊണ്ടുപെടുത്തുന്നത്. പിന്നെ ഒരു 10% മാത്രമാണ് ഡയറക്റ്റ് നമ്മളിലേക്ക് വരുന്നത്. ഡയറക്റ്റ് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ അവരിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു, നമ്മൾ പെട്ടുപോകുന്നു. അതൊരു 10% മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരും കൺസൾട്ടൻസികളുമാണ് നമ്മളെ ഈ സ്കാംസിൽ കൊണ്ട് ചാടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ സ്കാംസ് നടക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായി വന്നതല്ല, ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ നിന്ന് ഇപ്പൊ വലിയൊരു സ്കാം ആയിട്ട് മാറിയതാണ്. കറണ്ട് ട്രെൻഡ്, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൂരെ പോയി പഠിക്കുകയാണ്. ആർക്കും സ്വന്തം നാട്ടിൽ പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന ആളുകൾ പോലും ദൂരെ പോയാണ് പഠിക്കുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം ഉള്ളവൻ കൊച്ചി പോയി പഠിക്കുന്നു, കൊച്ചി ഉള്ളവൻ ട്രിവാൻഡ്രം വരുന്നുണ്ട്, അതുപോലെ ബാക്കി സ്റ്റേറ്റ്സിൽ പോയി പഠിക്കുന്നുണ്ട്, ബാംഗ്ലൂർ പോയി പഠിക്കുന്നു, മാംഗ്ലൂർ പോയി പഠിക്കുന്നു, ചെന്നൈയിൽ പോയി പഠിക്കുന്നു, ഹൈദരാബാദിൽ പോയി പഠിക്കുന്നു, ഇപ്പൊ മുംബൈയിലും കുറെ കുട്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റേറ്റ്സിലും പുറത്തോട്ടങ്ങ് പോക്കാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. മറ്റു നാടെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് മാത്രമല്ല, നേഷൻ വരെ വിട്ടു പോകുന്നുണ്ട്. ചിലർ ഇപ്പൊ കണ്ടല്ലോ, നമ്മൾ വാഴ സിനിമ കണ്ട കണക്ക് ജർമ്മനി, കാനഡ അതുപോലെ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരും ഉണ്ട്. ഈ കറണ്ട് ട്രെൻഡ് ഒന്നും ഒരിക്കലും തെറ്റല്ല. കാര്യം നമ്മൾ പുറത്തു പോയി പഠിക്കുന്ന ഒരു മോശം കാര്യമേ അല്ല. ഇപ്പൊ നമ്മൾ പുറത്തു പോയി പഠിക്കുമ്പോൾ കുറെ ആളുകളെ, പുതിയ ആളുകളെ കാണും, ആ സ്ഥലമായിട്ട് പരിചയപ്പെടുന്നു, അവിടുത്തെ കൾച്ചർ നമ്മൾ പരിചയപ്പെടുന്നു. അങ്ങനെ നമുക്ക് ആകെ മൊത്തം ഒരു മാറ്റമാണ് ഉണ്ടാവുക. പക്ഷേ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സ്കാംസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പുറത്തുള്ള മിക്ക കോഴ്സസും, അതായത് നമ്മുടെ കേരളം വിട്ടുള്ള മിക്ക കോഴ്സസും, കേരളം അത്ര സേഫ് ഒന്നുമല്ല, കേരളത്തിന് പുറത്തുള്ളതാണ് കൂടുതലും. അവിടെയൊക്കെ ഒരുപാട് കോഴ്സസും ഇങ്ങനെ സ്കാംസ് നടക്കുന്നുണ്ട്. കോഴ്സിന്റെ പേരിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലൊക്കെ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് ട്രെൻഡൊന്നും ഒരു പ്രശ്നമല്ല. പിന്നീട് നമ്മൾ എടുക്കുന്ന കോഴ്സും ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് നന്നായിട്ട് ചിന്തിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കറണ്ട് ട്രെൻഡ് ഒരിക്കലും ഒരു മോശമാണെന്ന് ഞാൻ പറയില്ല, അത് നല്ലത് തന്നെയാണ്. എങ്ങനെ ഈ സ്കാമുകളിൽ പെടാതിരിക്കാം, അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ത്രൂ പ്രോപ്പർ ചാനൽ. അതായത് ഒരു പ്രോപ്പർ ചാനലിലേക്ക് കൂടെ അഡ്മിഷൻസ് എടുക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ടെക് ഫീൽഡ് ആവാം, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവാം, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അതിലുള്ള എൻട്രൻസ് എക്സാംസ്, അതായത് ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാംസ് വഴി മാക്സിമം പ്ലേസ് ആവാൻ നോക്കുക. അതാണ് ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് നീറ്റ് എക്സാം ഉണ്ടല്ലോ, അതായത് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് എക്സാം. അപ്പോൾ ആ നീറ്റ് എക്സാം വഴി പ്ലേസ് ആവാൻ നോക്കുക. ഇപ്പോൾ ബാക്കി സെക്ടറൊക്കെ വരുവാണെങ്കിൽ JEE എക്സാം ഒക്കെ ഉണ്ടല്ലോ, JEEയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻട്രൻസ് എക്സാം വഴി പ്ലേസ് ആവാൻ നോക്കുക. അതിൻ്റെ പ്രോപ്പർ കൗൺസിലിംഗ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പ്ലേസ് ആവാൻ നോക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് കൺസൾട്ടൻസി വഴി പോകാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം വഴി കിട്ടിയില്ല, അങ്ങനെ നിങ്ങൾ പ്രൈവറ്റ് കോളേജിലേക്കാണ് പോകുന്നത്, അതായത് മാനേജ്മെന്റ് വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻസികളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കോളേജിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, കൺസൾട്ടൻസി വഴിയാണ് ഒരു കോളേജ് കണ്ടുപിടിച്ചതെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ആ ഡീറ്റെയിൽസ് മൊത്തം കൺസൾട്ടൻസി വഴി അറിഞ്ഞിട്ട് ഡയറക്റ്റ് ആ കോളേജിനെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അഡ്മിഷൻസ് എടുക്കുക. കൺസൾട്ടൻസി വഴിയൊന്നും ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. വെറുതെ 80,000 to 1 lakh 2 lakh ഒക്കെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അന്വേഷിക്കുക. ഒരു കോഴ്സിന് ചേരുന്ന മുമ്പ് നന്നായിട്ട് അന്വേഷിക്കുക. ആ കോഴ്സിനെ പറ്റിയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും നന്നായിട്ട് അന്വേഷിക്കുക. ഒരു കാരണവശാലും പെട്ടെന്ന് പോയിട്ട് ഒരു അഡ്മിഷൻ എടുക്കുകയോ പെട്ടെന്ന് പോയി ചാടുകയോ ചെയ്യരുത്. ഒരു കോഴ്സിനകത്തും ആ കോഴ്സിനെ പറ്റിയിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും നന്നായിട്ട് അറിയുക. നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രം പോയി ജോയിൻ ചെയ്യുക. ഇപ്പോൾ ആരുടെ അടുത്തൊക്കെ അന്വേഷിക്കാന്ന് വെച്ചാൽ, ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ, അത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളോട് അന്വേഷിക്കാം. അത് കണക്ക് ഗവൺമെൻറ്റിൻ്റെ കുറേ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്, അതുവഴി അന്വേഷിക്കാം. പിന്നീട് ഒരു കോളേജ് ആണെങ്കിൽ ആ കോളേജിൽ മുന്നേ പഠിച്ചിരുന്ന കുട്ടികളോടും അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടും ചോദിക്കാൻ അന്വേഷിക്കാം. കോളേജ് എങ്ങനെയുണ്ടെന്നും കോഴ്സ് എങ്ങനെയുണ്ടെന്നും അവരോട് ചോദിക്കും. പിന്നീട് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് പഠിച്ചിറങ്ങി ഇപ്പോൾ ജോലി ചെയ്യുന്നവരോട് ചോദിക്കുക. അങ്ങനെ മാക്സിമം ആളുകളോട് നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രമേ ഒരു കോഴ്സിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ജോയിൻ ചെയ്യാവൂ.
ഇനി ഞാൻ പറയാൻ പോകുന്നത് 1-2 പേരുടെ അനുഭവങ്ങളാണ്. എനിക്കറിയാവുന്ന 1-2 പേർക്ക് പറ്റിയ പ്രശ്നങ്ങൾ. 3 വർഷം മുമ്പ് നഴ്സിംഗ് പഠിക്കാനായിട്ട് അവൻ ബാംഗ്ലൂർ പോയതാണ്. ഏതോ ഒരു കൺസൾട്ടൻസി വഴി അവൻ ആ കോളേജിനെ പറ്റി അറിഞ്ഞു. കൺസൾട്ടൻസിക്കാർ കൊണ്ട് ചെന്ന് ചേർത്തു. ആ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ ഫീ ആയിട്ട് അവർ എത്ര രൂപ വാങ്ങിച്ചു. പിന്നീട് കോഴ്സ് ഫീയുടെ എത്ര രൂപയെന്ന് പറഞ്ഞ് ഏകദേശം 2 ലക്ഷം രൂപ അവരടച്ചു. പിന്നീട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കോൺടാക്ട് ചെയ്യാം, ക്ലാസ് തുടങ്ങാൻ 1 മാസം കഴിയും, ഒരു ഡേറ്റും പറഞ്ഞു. ആ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് കോൺടാക്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ ഡേറ്റ് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ആഴ്ച കഴിഞ്ഞു, എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കോൺടാക്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇവർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. ആ ഫോൺ നമ്പർ കിട്ടുന്നില്ല. അന്ന് പറഞ്ഞ കൺസൾട്ടൻസിയോ അവരെയും കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നീട് അവരെന്ത് ചെയ്തു, അങ്ങനെ ബാംഗ്ലൂരിൽ പോയി നോക്കി, കോളേജിലേക്ക് ഡയറക്റ്റ് ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ കോളേജേ ഇല്ല. അന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ പോയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കോളേജേ അല്ല, ഇപ്പം അത് മറ്റൊരു ഷോപ്പായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതാണ് സിറ്റുവേഷൻ. അവൻ്റെ ഫാമിലി ആണെങ്കിൽ അന്നന്ന് പൈസ ഉണ്ടാക്കി അന്നന്നത്തെ കാര്യങ്ങൾ ജീവിക്കുന്ന ഒരു സാധാ ഫാമിലിയാണ്. പിന്നീട് അവർ പോലീസ് കേസ് കൊടുത്തു, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് കേസ് ഫയൽ ചെയ്തു. എന്നിട്ടൊന്നും ഒന്നും ആയില്ല. സർട്ടിഫിക്കറ്റ്സും പോയി, അവൻ്റെ പൈസയും പോയി, അവൻ്റെ 1 വർഷവും പോയി. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് അവന് ഇപ്പോൾ പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തത്. ഇത് ഒരാളുടെ കാര്യം. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇനി മറ്റൊരാളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ BSc അഗ്രികൾച്ചറിന് അഡ്മിഷൻ എടുത്തു. ആന്ധ്രാപ്രദേശിലാണ് അവൻ അഡ്മിഷൻ എടുത്തത്. 3 കൊല്ലം മുന്നെയാണ് അഡ്മിഷൻ എടുത്തു. കോഴ്സിനൊക്കെ പോയി ജോയിൻ ചെയ്തു. ആദ്യത്തെ കൊല്ലം എക്സാംസ് നടക്കുന്നില്ല. 2ാമത്തെ കൊല്ലമായപ്പോഴാണ് അവ അറിയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ഒരു അതോറിറ്റി ആയിട്ടോ യാതൊരുവിധ അഫിലിയേഷനും ഇല്ലാന്ന്. അവരും ഒരു സാധാ ഫാമിലി തന്നെയാണ്. അവൻ്റെയും ഒരുപാട് പൈസയാണ് പോയത്. ഈ 2 പേരുടെ കാര്യം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു, അതുപോലെ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലാണ് എഡ്യൂക്കേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ പേരൻസും, എൻ്റെ പേരൻസ് ആയാലും നിങ്ങളുടെ പേരൻസ് ആയാലും ഏതൊരു പേരൻ്റ് ആയാലും അവരുടെ മക്കളെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് അവരുടെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊക്കെ ഈ ക്യാമ്പ് നടത്തുന്നവർക്കറിയാം, പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏത് നാടും കടന്ന് നമ്മൾ പോകാൻ തയ്യാറാണ്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാം, സ്കാമേഴ്സിനും അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകളെ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളായാലും അവരുടെ പേരൻസ് ആയാലും നന്നായിട്ട് ശ്രദ്ധിച്ച് ആലോചിച്ച് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു കോഴ്സിനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ജോയിൻ ചെയ്യാവൂ. ഒരിക്കലും നമ്മൾ പോയി ഒരു കാര്യത്തിലും ചാടരുത്. കാര്യം ഒരു കുട്ടി പെട്ടുപോകുമ്പോൾ അവൻ മാത്രമല്ല പെട്ടുപോകുന്നത്, അവൻ്റെ ഫാമിലിയും കൂടാണ് പെട്ടുപോകുന്നത്. അതായത് ഒരു കുട്ടിക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടായാൽ അവൻ്റെ ഫാമിലിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് നന്നായി അന്വേഷിച്ച് ചിന്തിച്ച് ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ട് ആ കോഴ്സിനെ പറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു കോഴ്സിനോ ഇൻസ്റ്റിറ്റ്യൂഷനോ ജോയിൻ ചെയ്യാവൂ. കോഴ്സൊക്കെ തന്നെയാണെങ്കിൽ നല്ല കോഴ്സാണോ, ആ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടുമോ, ആ കോഴ്സ് നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്തും ആ കോഴ്സ് റെലവൻ്റ് ആയിരിക്കുമോ, ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണോ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കി അതൊരു സ്കാം ആണോ എന്ന് കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു കോഴ്സിന് ചെന്ന് ചേരാവൂ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസൾട്ടൻസി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. മാക്സിമം ഗവൺമെൻറ്റിൻ്റെ തന്നെ ചാനൽ വഴി പോകാൻ നോക്കുക. എന്തെങ്കിലും അഡ്മിഷൻ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ അഡ്മിഷൻ സെൽസൊക്കെ ഉണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരിക്കലും ഒരു സ്കാമിൽ പോയി പെടാതിരിക്കുക. പിന്നീട് എവിടെ പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നത് നല്ലൊരു കോളേജ് ആവാൻ ശ്രദ്ധിക്കുക, നല്ലൊരു കോളേജിൽ പഠിക്കാൻ നോക്കുക, നല്ലൊരു കോഴ്സ് എടുക്കാൻ നോക്കുക, നല്ല കുറച്ചൊരു ഫ്രണ്ട് സർക്കിൾ ഒപ്പിക്കുക. ഇപ്പം നാട്ടിൽ തന്നെ നിന്ന് കോഴ്സ് എടുത്ത് പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം, ഏത് കോഴ്സാണോ ഇഷ്ടം അതെടുത്ത് പഠിക്കുക. ഏറ്റവും നല്ല കോഴ്സ് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കാൻ നോക്കുക. അതായത് അത്യാവശ്യം ഫെസിലിറ്റിയും അത്യാവശ്യം സ്പോർട്സും കാര്യങ്ങളും, അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു കോളേജിൽ പഠിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്, നിങ്ങൾക്കത് പഠിച്ചാൽ ജോലിക്ക് കിട്ടുമെന്നുള്ളൊരു കോഴ്സ്, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കോഴ്സ്, അത് മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ അവരുടെ പേരൻസിനും ഒക്കെ കുറച്ചെങ്കിലും ബെനിഫിഷ്യൽ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരാളെങ്കിൽ ഒരാൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് തോന്നി നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോടും അവരുടെ പേരൻസിനോടും പറഞ്ഞു കൊടുക്കണം.